ലക്ഷ്യം വെക്കുന്നത്. കണ്ടറിയാം കടത്തുറവില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ടോ ആ പക്ഷെ നേരെ ഉടൻ ചെക്കിങ് കൂടെ തോന്നുന്നു. നമ്മളപ്പോൾ എപ്പോഴും വന്നാലും ആനനെ കണ്ടില്ലെങ്കിൽ ആനപ്പെണ്ണം കിട്ടും കേട്ടോ. ഒരു പ്രത്യേക ഭാഗ്യം തന്നെയാണ്. കണ്ടിട്ട് ഫ്രഷാണ് എന്നിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല. ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ മലേൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. പക്ഷെ ക്യാമറയൊക്കെ ഇടുന്ന അത്രയും നമ്മൾ നേരെ കാണുന്ന അത്രയും ക്ലാരിറ്റിയിൽ ക്യാമറയൊക്കെ ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴക്കണ്ടം പോലെ ഒരു ചെറിയൊരു സ്കൂൾ നമുക്ക് ഈ അതും കാണാൻ പറ്റും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ടൈം ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ ഒപ്പാക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കലാല സ്റ്റേറ്റിനകത്താണ്. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു സീനറി ഇപ്പോൾ കാണാം. ഒരു സ്കൂൾ കാണാം. ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ മലേൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. പക്ഷെ ക്യാമറയൊക്കെ ഇടുന്ന അത്രയും നമ്മൾ നേരെ കാണുന്ന അത്രയും ക്ലാരിറ്റിയിൽ ക്യാമറയൊക്കെ ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴക്കണ്ടം പോലെ ഒരു ചെറിയൊരു സ്കൂൾ നമുക്ക് ഈ അതും കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയല്ല കാണുന്ന സ്കൂള് ഒരു രക്ഷയില്ല, പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ റൂട്ട് കേട്ടോ. ആക്ച്വലി ഇതിനെപ്പറ്റിയുള്ള മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മളിപ്പോൾ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ലേ. ജസ്റ്റ് മെയിൻ പാർട്ടൊന്നും ഷൂട്ട് ചെയ്യും. നമ്മുടെ ലക്ഷ്യം നമ്മുടെ വാൽപ്പാറയാണ്. നമ്മൾക്ക് ഈ റോഡിലോട്ട് പ്രവേശിക്കാനായിട്ട് 10 രൂപയാണ് ബൈക്കിന് ചാർജ് വരുന്നത്. കാറിന് 25 രൂപയാണേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. ഇത് കാലടിയിലേക്കുള്ള പ്ലാന്റേഷൻ റോഡാണ്. ഇവിടെയൊക്കെ ഒത്തിരി ഓയിൽ പാനൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ചുമ്മാ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുകയാണെ ആ കണ്ട അടിപൊളി കാഴ്ച. എന്തായാലും സ്കൂളിലെ വ്യൂ അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. ഈ ഭാഗത്തൊക്കെ കാട്ടാനകൾ ഇറങ്ങുന്ന ഏരിയയാണ്. അതുപോലെ കാട്ടുമൃഗങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ ആനിമൽ സൈറ്റിംഗ് ലക്കാണ്, അത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാത്ത വേറെ ഒന്നും അറിയില്ല. ഇതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ലക്ഷ്യം വാൽപ്പാറ എന്ന് ഇവിടെ അധികം ഷൂട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയിലുണ്ട്. നിങ്ങളുടെ ഈ റോഡ് അടിപൊളി കാഴ്ചകളാണ്. എന്തായാലും അപ്പം നമുക്കിനി ഇവിടുത്തെ പൊളി കാഴ്ചകൾ പക്കളാം. എന്തായാലും അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8-9 സമയമായിട്ടുണ്ടാവും. നമ്മളപ്പോൾ എപ്പോഴും വന്നാലും ആനനെ കണ്ടില്ലെങ്കിൽ ആനപ്പെണ്ണം കിട്ടും കേട്ടോ. ഒരു പ്രത്യേക ഭാഗ്യം തന്നെയാണ്. കണ്ടിട്ട് ഫ്രഷാണ് എന്നിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല. നമ്മൾ ക്യാമറ ഇട്ട് ചുറ്റും നോക്കി ആശാന്മാരെയും ആനക്കുട്ടന്മാരെയും കണ്ടില്ലായിരുന്നു. എന്തായാലും ഇത് കുറച്ചു മുമ്പിട്ടതാണ്. ഫ്രഷ് ആനപ്പെണ്ണം തന്നെയാണ്. എന്തായാലും മച്ചാന്മാർ ഇവിടെ നിന്ന് എസ്കേപ്പായി കളഞ്ഞു നമ്മൾ വന്നപ്പോൾ. എന്തായാലും ചിലപ്പോൾ നമ്മൾ മുമ്പിൽ പട്ടി ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഈ പോകുന്ന റൂട്ടിൽ തന്നെ കടുവ, അതുപോലെ പുലിക്കുട്ടന്മാരും പിന്നെ മുതലക്കുട്ടന്മാരൊക്കെ ഉണ്ടാകാറുണ്ട്. മുതലക്കുട്ടന്മാർ വളരെ റെയറൊക്കെ കിട്ടാറുള്ളൂ. പുലിയും വളരെ റെയറാണ്. കൂടുതലും കാണുന്നത് കാട്ടാനാണ്. പിന്നെ ഒത്തിരി മയിലുകൾ ഈ കലാല എസ്റ്റേറ്റ് ഭാഗത്ത് കണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ഒരു അടിപൊളി ഫീ ആയിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് നമ്മളിപ്പോൾ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. കണ്ട ചുറ്റും കറങ്ങി നോക്കിയിട്ട് മച്ചാന്മാരെ കണ്ടില്ല. അപ്പം നമ്മളിതാ വീണ്ടും നമ്മുടെ ട്രാവൽ തുടങ്ങി. അത് നേരെ കാണുന്ന മലയുടെ വ്യൂ രക്ഷയില്ല. പക്ഷേ ക്യാമറയിലൊക്കെ കാണുന്ന വ്യൂ അത്രയൊക്കെ വിസിബിൾ ആവുന്നില്ല. അടിപൊളി തന്നെയായിരുന്നു. ആ കാരണം ഞങ്ങളുടെ കുറച്ച് ഭാഗമൊക്കെ നല്ല കൊടുംവനമാണ്. പിന്നെ ഇവിടെയൊക്കെ മൊത്തം മറ്റേ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഈ കാണുന്നത് മൊത്തം ഓയിൽ പാനലാണ്. ഈ ഓയിലിൻ്റെ കാഴ്ചയാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് കൂടുതലും കാട്ടാനകളെ കാണാറുള്ളത്. ഈ ഓയിൽ പാന തിന്നാനായിട്ട് ഓയിൽ പാനയുടെ കായ തിന്നാനായിട്ട് കാട്ടാനക്കുട്ടന്മാർ ഇറങ്ങാറുണ്ട് ഇവിടെയൊക്കെ. ഈ പോകുന്ന റൂട്ടിൽ തന്നെ കടുവ, അതുപോലെ പുലിക്കുട്ടന്മാരും പിന്നെ മുതലക്കുട്ടന്മാരൊക്കെ ഉണ്ടാകാറുണ്ട്. മുതലക്കുട്ടന്മാർ വളരെ റെയറൊക്കെ കിട്ടാറുള്ളൂ. പുലിയും വളരെ റെയറാണ്. കൂടുതലും കാണുന്നത് കാട്ടാനാണ്. പിന്നെ ഒത്തിരി മയിലുകൾ ഈ കലാല എസ്റ്റേറ്റ് ഭാഗത്ത് കണ്ടായിരുന്നു.
എന്തായാലും അതൊക്കെ ഒരു അടിപൊളി ഫീ ആയിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് നമ്മളിപ്പോൾ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. കണ്ട ചുറ്റും കറങ്ങി നോക്കിയിട്ട് മച്ചാന്മാരെ കണ്ടില്ല. അപ്പം നമ്മളിതാ വീണ്ടും നമ്മുടെ ട്രാവൽ തുടങ്ങി. അത് നേരെ കാണുന്ന മലയുടെ വ്യൂ രക്ഷയില്ല, പക്ഷേ ക്യാമറയിലൊക്കെ കാണുന്ന വ്യൂ അത്രയൊക്കെ വിസിബിൾ ആവുന്നില്ല. അടിപൊളി തന്നെയായിരുന്നു. ആ കാരണം ഞങ്ങളുടെ കുറച്ച് ഭാഗമൊക്കെ നല്ല കൊടുംവനമാണ്. പിന്നെ ഇവിടെയൊക്കെ മൊത്തം മറ്റേ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഈ കാണുന്നത് മൊത്തം ഓയിൽ പാനലാണ്. ഈ ഓയിലിൻ്റെ കാഴ്ചയാണ് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് കൂടുതലും കാട്ടാനകളെ കാണാറുള്ളത്. ഈ ഓയിൽ പാന തിന്നാനായിട്ട് ഓയിൽ പാനയുടെ കായ തിന്നാനായിട്ട് കാട്ടാൻ നമ്മൾ ഇറങ്ങാറുണ്ട് ഇവിടെയൊക്കെ. നമ്മളിതാ കലാല സ്റ്റേറ്റിലെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നേരെ നമ്മളിതാ വാഴച്ചാലോട് പിടിച്ച അതിരപ്പള്ളി നമ്മൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്തില്ല. അപ്പം നമ്മളിതാ വാഴച്ചാൽ റൂട്ടിലാണ് പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ചാപ്പറ വാട്ടർഫോളാണ്. നമ്മൾ ചൂട് സമയത്തായതുകൊണ്ട് വാട്ടർഫോളില്ല, എല്ലാം പറ്റി കിടക്കുന്നു, ഡെഡാണ്. അപ്പം ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങളെ കാണാൻ പറ്റുന്ന ലക്കാണ്, പക്ഷേ ഉണ്ടാകാറുണ്ട് ഒരു ഭാഗത്തൊക്കെ കേട്ടോ അപൂർവമുണ്ട്. അപ്പം നമ്മൾ ഇതാ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് പരീക്ഷിക്കാൻ പോകണേ. അപ്പോൾ നമ്മളിതാ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് തരണ്ടേ. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലേക്ക് പോകാനാണ് ലക്ഷ്യം വെക്കുന്നത്. കണ്ടറിയാം കടത്തിടയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഡീസ് കൊടുത്തിട്ടോ ആ ചെക്ക് പോസ്റ്റ് നേരെ ഉടൻ ചെക്കിങ് നടത്തുന്നു. അപ്പോൾ നമ്മളിതാ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് തരണ്ടേ. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലേക്ക് പോകാനാണ് ലക്ഷ്യം വെക്കുന്നത്. കണ്ടറിയാം കടത്തിടയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഡീസ് കൊടുത്തിട്ടോ ആ ചെക്ക് പോസ്റ്റ് നേരെ ഉടൻ ചെക്കിങ് നടത്തുന്നു. നമ്മുടെ ഫസ്റ്റ് പാർട്ട് വൈൻഡപ്പ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.